മുണ്ടക്കൈ ചൂരൽമലയിലെ വീട്ടിലേക്ക് എത്തിയ മന്ത്രി രാജൻ ചില ഇൻസ്പെക്ഷനുകൾ നടത്തി. ആ ഇൻസ്പെക്ഷനിൽ മന്ത്രി ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി. മന്ത്രിയുടെ കണ്ണിൽ കൂട്ടക്കുരുവാണോ എന്നാണ് നാട്ടുകാരെല്ലാവരും ചോദിക്കുന്നത്. എന്തോ ഭാഗ്യത്തിനാണ് മന്ത്രി ആ സ്ഥലം വിട്ട് ജീവനോടെ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി കൽപ്പറ്റയിൽ സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ വീടുകളിലെ വിള്ളൽ പരിശോധിച്ച റവന്യൂ മന്ത്രി കെ രാജൻ. വിള്ളൽ വിവാദമായതോടുകൂടിയാണ് റവന്യൂ മന്ത്രി ടൗൺഷിപ്പിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. ഒരു വീടും ദുരിതബാധിതർക്ക് കൈമാറിയിട്ടില്ല എന്നും താമസം തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ വന്നാൽ ഒരാളെങ്കിൽ സമാധാനം പറയേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. വിള്ളൽ രേഖപ്പെടുത്തിയ ഭാഗങ്ങളിൽ മന്ത്രി തന്നെ നേരിട്ട് ഉരച്ചു നോക്കി പരിശോധന നടത്തുകയും ചെയ്തു. ഒന്നാം ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീടിന്റെ മേൽക്കൂരയിലാണ് വിള്ളൽ കണ്ടെത്തിയത്. 2 ആഴ്ച മുമ്പ് പെയ്ത മഴയിൽ വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം കിനിഞ്ഞിറങ്ങുകയും ചെയ്തു. എന്നാൽ കണ്ടെത്തിയത് വിള്ളലല്ലെന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ. താമസം തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ വന്നാൽ ഒരാളെങ്കിൽ സമാധാനം പറയേണ്ടി വരും. അത് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുണ്ട്. വിള്ളൽ ഉണ്ടായിട്ടില്ലെന്നും രാജൻ വ്യക്തമാക്കുകയാണ്. വയനാട് പുനരധിവാസ ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണത്തിലെ അപാധകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ റവന്യൂ മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. ടൗൺഷിപ്പിലെ വിള്ളൽ കണ്ടെത്തിയ വീടിന്റെ ഉടമ നൌഫലും യൂത്ത് കോൺഗ്രസ് നേതാക്കളും മന്ത്രി കെ രാജന്റെ സന്ദർശനത്തെ പരിഹസിച്ചും വിമർശിച്ചും രംഗത്തെത്തി. മന്ത്രിക്ക് നേരെ രൂക്ഷമായ ആരോപണങ്ങളാണ് നൌഫൽ ഉന്നയിക്കുന്നത്. മുണ്ടക്കൈ ദുരിതത്തിൽ തന്റെ കുടുംബത്തിലെ 16 പേരെ നഷ്ടപ്പെട്ട നൌഫൽ മന്ത്രിയുടെ സന്ദർശനം പ്രഹസനമായിരുന്നുവെന്നാണ് ആരോപിക്കുന്നത്. വീടിന്റെ മേൽക്കൂരയിലുള്ള വിള്ളലുകൾ കൃത്യമായി കാണാമായിരുന്നിട്ടും ഊരാളുങ്കൽ ഉദ്യോഗസ്ഥർ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഈ സാൻഡ് പേപ്പർ വെച്ച് ഉപയോഗിച്ച് മായിച്ചു കളയുകയാണ് മന്ത്രി ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. വീടിന്റെ ഉടമയായ തന്നോട് സംസാരിക്കാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്നും വിള്ളലിനെ കുറിച്ച് പരാതിപ്പെട്ടതിന് പിന്നാലെ തനിക്ക് പല ഭാഗങ്ങളിൽ നിന്നും ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ടെന്നും നൌഫൽ വെളിപ്പെടുത്തുന്നു. തീർച്ചയായും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ഒരു പരാതി പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ പരാതി പരിശോധിക്കാനായി ചെല്ലുകയാണ്. തീർച്ചയായും എന്താണ് പരാതി എന്ന് വീട്ടുടമസ്ഥനോട് നമ്മൾ ചോദിക്കാൻ ഒരു മര്യാദ കാണിക്കില്ലേ? അല്ലെങ്കിൽ അതല്ലേ രീതി? ആ വീട്ടുടമസ്ഥനോട് ചോദിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് അത് വിള്ളലല്ല, അതൊരു പെയിന്റ് പോയതാണ്, അല്ലെങ്കിൽ അതിലൊരു ചെറിയൊരു നേർരേഖ മാത്രമായിരുന്നു എന്ന് മന്ത്രി ഇപ്പോൾ പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നുവെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. എന്നാൽ വീട്ടുടമസ്ഥനോട് പോലും സംസാരിക്കാതെ ഒരാളെങ്കിൽ അടയാളപ്പെടുത്തി കൊടുത്ത ആ ഭാഗം മാത്രം നോക്കി സമൂഹ മാധ്യമങ്ങളിലും ക്യാമറയ്ക്ക് മുന്നിൽ നന്നായി അഭിനയിച്ച മന്ത്രി അങ്ങ് തടി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് സമരം ശക്തമാക്കി. ടൗൺഷിപ്പിന് മുന്നിൽ പ്രതീകാത്മകമായി കുടിലുകെട്ടിയായിരുന്നു പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മന്ത്രിയുടെ മാനസിക നില തെറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പരിഹസിച്ചു. വിള്ളലുകൾ മന്ത്രി മായ്ച്ചു കളഞ്ഞാൽ തീരുന്നതല്ലെന്നും ഈ ഭൂകമ്പത്തെ വരെ പ്രതിരോധിക്കുമെന്ന് സർക്കാർ അവകാശപ്പെട്ട വീടുകളുടെ അവസ്ഥയാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാർച്ച് 1 ദുരിതബാധിതർക്ക് കൈമാറിയ 178 വീടുകളിൽ 3 എണ്ണത്തിലാണ് നിലവിൽ വിള്ളലുകളും ചോർച്ചയും കണ്ടെത്തിയിരിക്കുന്നത്. നിർമ്മാണ ഉണ്ടായിരുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണത്തിലെ ഗുണനിലവാരത്തെക്കുറിച്ച് കനത്ത ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താതെ തിരക്കിട്ട് പണി പൂർത്തിയാക്കിയതാണ് ഈ തകരാറുകൾക്ക് കാരണമെന്ന് ആക്ഷേപമുണ്ട്. ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് സുരക്ഷിതമായ മണ്ണും വീടും ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും ഇത്തരം അപാകതകൾ വെച്ചുപൊറിപ്പിക്കാനാവില്ലെന്നും നാട്ടുകാർക്കിടയിൽ അഭിപ്രായം ശക്തമാണ്. മന്ത്രിയുടെ നടപടി അറ്റകുറ്റപ്പണികൾക്കുള്ള ഗൗരവകരമായ നീക്കത്തെക്കാൾ ഉപരി ഒരു ഇമേജ് ബിൽഡിംഗ് ശ്രമമാണ് മാറിയെന്നാണ് പ്രതിഷേധക്കാരുടെ വിമർശനം. ഇതിനിടയിൽ നൌഫൽ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വിഷയത്തിന് മറ്റൊരു മാനം നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ മറുപടിക്ക് കാത്തിരിക്കുകയാണ് വയനാട്ടിലെ ദുരിതബാധിതർ. വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഇതുവരെ ദുരിതബാധിതർക്ക് കൈമാറിയിട്ടില്ല. കൈമാറിയിട്ട് പട്ടയം മാത്രമാണ്. വീട് കൈമാറിയിട്ട് പ്രശ്നം വന്നാലാണ് ഗൗരവം. വെള്ളം കിനിഞ്ഞ് ഇറങ്ങുന്നത് തടയാനുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ല. വീട് കൈമാറിയിട്ട് വെള്ളം കിനിഞ്ഞു വന്നാലും കരാർ പ്രകാരം ഊരാളുങ്കൽ നടപടിയെടുക്കും. ഇല്ലെങ്കിൽ പണം നൽകില്ല. കരാർ പ്രകാരം 410 വീടുകളും ഒക്ടോബറിൽ പൂർത്തിയായില്ലെങ്കിൽ അതിന്റെ ഫലം ബന്ധപ്പെട്ടവർ അനുഭവിക്കും. ടൗൺഷിപ്പിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന ശ്രദ്ധയ്ക്ക് നന്ദിയെന്നും മന്ത്രി പ്രതികരിച്ചു. 20 മാസവും 1 മാസം പോലും തെറ്റാതെ വാടകയും ദിനബത്തയും കൂപ്പണും സർക്കാർ ചൂരൽമല ബാധിതർക്ക് നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇത് സർക്കാരിന്റെ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശം തന്നെയാണ്. എന്നാൽ ഒരു ദുരന്തമുണ്ടായി 21 മാസത്തോളം മുറതെറ്റാതെ ഇവയെല്ലാം ചെയ്യുന്നത് കേരളത്തിലുണ്ടായ ചൂരൽമല ദുരിതബാധിതർക്ക് മാത്രമാകും.
ഇന്ത്യയിലോ കേരളത്തിലോ മുൻപ് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 15-ന് വീടുകൾ കൈമാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഊരാളുങ്കൽ കമ്പനി നൽകിയ ഉറപ്പിന് ശേഷം തന്നെയാണെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം നാട്ടിലേക്ക് പോയത് നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചു. ഇന്ന് വൈകിട്ടോടുകൂടി 102 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് ഊരാളുങ്കൽ നൽകിയിരിക്കുന്ന ഉറപ്പ്. വീടുകളുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കും. 178 വീടുകളിലേക്കുള്ള റോഡിന്റെ നിർമ്മാണവും 10 ദിവസത്തിനകം പൂർത്തീകരിക്കുമെന്നും കിഫ്കോണും ഊരാളുങ്കലും ഉറപ്പ് നൽകിയതായി മന്ത്രി വിശദീകരിച്ചു. മെയ് മാസം ആദ്യവാരം തന്നെ 178 വീടുകൾ കൈമാറും. ഇക്കാര്യത്തിൽ ULCC ഉറപ്പ് നൽകിയിട്ടുണ്ട്. താമസക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ഫർണിച്ചറിനായി നൽകാൻ സർക്കാർ തീരുമാനിച്ചുവെന്നും മന്ത്രി അറിയിച്ചു. 2 ആഴ്ച മുമ്പ് തന്നെ ഇക്കാര്യം നിർമ്മാണം കരാറെടുത്ത ഊരാളുങ്കൽ അധികൃതരോട് പറഞ്ഞതായിരുന്നു വീട് ലഭിച്ച നൌഫൽ പറയുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. പരിശോധിക്കാനായി ടെറസിന്റെ മുകളിൽ കെട്ടിനിർത്തിയ വെള്ളം ഡൈനിങ് ഹാളിന്റെ മേൽക്കൂരയിൽ ഉണ്ടായ വിള്ളലിലൂടെ കിഴിഞ്ഞിറങ്ങുകയായിരുന്നു. പിന്നീട് നൌഫലിന്റെ വീട് അധികൃതർ പൂട്ടിച്ചു. താമസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായത് ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് നൌഫൽ പറയുന്നത്.